എല്ലാവർക്കും നമസ്കാരം. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. ഇത് കുഞ്ഞു മക്കൾക്കും അതുപോലെ തന്നെ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്രേറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് വലിയ കിടുത്തകളിലൂടെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ മുഴുവനും ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ നന്നായിട്ട് നീരുണ്ടാകും. അപ്പോൾ ആ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് കളയുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് നീരൊക്കെ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, എരിവിന് വേണ്ടി നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം, അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് കുറച്ച് മതിയാകും. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിലുള്ള മസാലകൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൂടാതെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ കുറച്ച് ചീസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചീസ് നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മസാലപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ട കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ ഈ ഒരു സ്നാക്കിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ഇറ്റാലിയൻ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഒറിഗാനോ ഒക്കെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് നമ്മൾ കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ട് ഇത് കൈവച്ചിട്ട് ഉരുട്ടി ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ടാണ് നമ്മൾ ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല ചെയ്യുന്നത്, ഇതുപോലെ ഷാലോ ഫ്രൈ ആണ്. അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും വേണ്ടാത്തൊരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതാക്കിയതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് 2 സൈഡും നന്നായിട്ട് തന്നെ ഇത് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ചൂടോടെ നമ്മൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് തയ്യാറാക്കി എടുക്കാൻ, അധികം ഫ്രൈയിങ് ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. കൊച്ചുകുട്ടികൾക്കൊക്കെ കഴിക്കാനും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.